തീർച്ചയായും നമുക്കിപ്പം വെയിലിന്റെ ചൂട് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മുഖത്തൊക്കെ നല്ലൊരു ചിരി സന്തോഷം കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ കൂടുതൽ ഹൈസ്കൂൾ ഭാഗത്തിൽ തിരുവാതിരക്കളി മത്സരത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സഹോദരിമാരാണ്. നമുക്കറിയാം തിരുവാതിരക്കളി എന്ന് പറയും നമ്മുടെ തനത് മലയാള കലയുടെ ഒരു നൃത്തകല കൂടിയാണ് തിരുവാതിര. പങ്കെടുത്ത കലാകാരിമാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആര്യശ്രീ, നിയ, ദേവനന്ദ, അക്ഷയ, ദേവിക, മാളവിക, സൂര്യഗായത്രി, നീലാഞ്ജന, ഫിദ, മൈഥിലി. അപ്പൊ ഇതില് 8 പേരാണ് തിരുവാതിരക്കളി കളിക്കുന്നത്. കളിച്ച 2 പേര് ഇതിന് പാട്ട് പാടുന്ന ആൾക്കാരാണ്. കോട്ടയം അല്ലെ, കോട്ടയം ജില്ലയിൽ നിന്ന് വരികയാണ്. സ്കൂളിന്റെ പേര് ദേവി വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കുമാരനല്ലൂർ. അപ്പം കോട്ടയത്തിന്റെ പ്രിയപ്പെട്ട കലാകാരിമാരാണ് തിരുവാതിരക്കളി കളിച്ചിട്ട് ഇപ്പം നമ്മുടെ കേരള വിഷന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. പാടാൻ വേണ്ടി റെഡിയാണ്, കളിക്കാൻ വേണ്ടി റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഇവരുടെ ചെറിയൊരു ഡാൻസിൽ ചെറിയൊരു ഭാഗം കാണാം. റെഡി? ഓക്കെ. അമ്പാടിങ്കൽ മേളമോടെ വാണിടുന്ന കൃഷ്ണൻ മെയ്യഴകു പാരാവാനായി പാരിലാരിന്നുള്ളൂ. മാറിൽ പല മാലകളും കാതിൽ മുത്തുതോട വാർമുടിയും കെട്ടി മന്നൻ പൂമലരും ചൂടി എങ്ങു പോയെന്നറിയാതെ കേണു തുടർന്നമ്മ. അപ്പോൾ ബലഭദ്രൻ വന്നു അമ്മയോട് ചൊന്നാൻ, അമ്മേ നിങ്ങൾ ഖേദിക്കേണ്ട, കൃഷ്ണനെ ഞാൻ കണ്ടു. കാടനായ കൃഷ്ണനങ്ങു കാനനത്തിലുണ്ട്. കാലികളെ മേച്ചു കൃഷ്ണൻ ഓടക്കുഴലൂതി നല്ല ഗീതങ്ങളും പാടി നല്ല പെണ്ണുങ്ങളും കൂടി ചെന്നമര പൊയ്ക തന്നിൽ ചെന്നിറങ്ങും കൃഷ്ണൻ. വളരെ മനോഹരമായിട്ട് കളിച്ചു. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിലിന്റെ ചൂടൊക്കെ പോയതുകൊണ്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ്. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്താ നിങ്ങൾ മറ്റുള്ളവരുടെ പെർഫോമൻസ് കണ്ടായിരുന്നോ? ഇല്ല, കണ്ടിട്ടില്ല. നിങ്ങളുടെ കഴിഞ്ഞോട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെയാണ് നമ്മുടെ കേരള വിഷന്റെ മുന്നിൽ ഇവരെ കിട്ടിയത്. ബാക്കിയുള്ള ആൾക്കാർ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ നിങ്ങളുടെ ആരാ തിരുവാതിരക്കളി പഠിപ്പിച്ച ഗുരുനാഥ ആരാണ്? ഇവിടെ ഉണ്ടോ ആരാളിവിടെ? സാറാണ്. സാറ് ഭയങ്കര തിരക്കിലാണ്. അപ്പൊ എന്തായാലും എല്ലാവിധ ഭാവം നേരുന്നു. കേരള വിഷന്റെ നമ്മുടെ ഒരു തത്സമയത്തിൽ വന്നൊരു സന്തോഷമുണ്ട്. നന്നായിട്ട് വരട്ടെ, പഠിപ്പിലൂടെയും കലയിലൂടെയും.